അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അടുത്ത ആയത്ത് ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുഅ്താ സുഹുഫൻ മുനശ്ശറ, 52-ാമത്തെ ആയത്താണത്. ഇവരിൽ ഓരോ ആളുകളും ഉദ്ദേശിക്കുന്നത്, ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും, അവരിൽ ഓരോ മനുഷ്യനും ഉദ്ദേശിക്കുന്നത് അൻ യുഅ്താ സുഹുഫൻ മുനശ്ശറ, തങ്ങൾക്ക് നിവർത്തിപ്പിടിച്ച ഒരു ഗ്രന്ഥം ലഭിക്കണമെന്നാണ്. ഇവിടെ ജബ്ബാർ പറഞ്ഞത്, മക്കയിലെ ആളുകൾ എല്ലാവരും തങ്ങൾക്ക് ഗ്രന്ഥം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല, ഒരു ഗ്രന്ഥം ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ എന്നാണ്. ഒരു ഗ്രന്ഥം ആവശ്യപ്പെട്ടാലും ഒന്നിലധികം ഗ്രന്ഥം ആവശ്യപ്പെട്ടാലും ഇവരുടെ ആവശ്യം എന്താണ്? തങ്ങൾക്ക് മുഹമ്മദിന് കിട്ടുന്നത് പോലെ തങ്ങൾക്കും ഒരു ഗ്രന്ഥം കിട്ടണം. ആ ഗ്രന്ഥം എന്ന് പറയുന്നത് മുഹമ്മദിനെ പോലെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സന്ദർഭാനുസൃതം കിട്ടുന്ന വഹി ആയാലും പോരാ, അത് നിവർത്തിപ്പിടിച്ച ഒരു ഗ്രന്ഥമായിരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത് ഓരോരുത്തരും ശത്രുക്കൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് കിട്ടിയാൽ മതി എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ജബ്ബാറിന് തെളിയിക്കാൻ സാധ്യമല്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു ഗ്രന്ഥമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് വന്നാൽ തന്നെ ഈ പ്രയോഗത്തിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് ഈ മുഹമ്മദിന് കിട്ടിയതുപോലുള്ള ഒരു വഹീൻ്റെ രൂപത്തിലുള്ള ദിവ്യജ്ഞാനത്തിൻ്റെ ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗ്രന്ഥം ഞങ്ങൾക്കും കിട്ടിയാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്നാണ്. അത് എല്ലാവർക്കും കൂടി ഒന്നായാലും ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുഅ്താ സുഹുഫൻ മുനശ്ശറ എന്ന് പറയാം. കാരണം ഇത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഇനി ഓരോരുത്തർക്കും കിട്ടണമെന്നാണെങ്കിലും അതിന് അങ്ങനെ പറയാവുന്നതാണ്. അപ്പോൾ രണ്ട് ആശയത്തിനും സാധ്യതയുള്ള ഒരു പ്രയോഗത്തെ ജബ്ബാർ അട്ടിമറിക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഇവരുടെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് മുഹമ്മദിന് കിട്ടുന്നത് പോലുള്ള ഒരു ഗ്രന്ഥം കിട്ടണമെന്നാണ്. അത് ശത്രുക്കൾ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ ഓരോരുത്തരുടെയും ആഗ്രഹം ഇവിടെ ഖുർആൻ എടുത്തു പറയുന്നു. ഇതിനെ എങ്ങനെയാണ് അവർ തങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ജബ്ബാർ പറയാം. മാത്രമല്ല, ഇത് ഈ ഒരു ആവശ്യം ആണോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉന്നയിച്ചിട്ടുള്ളത്? അല്ലല്ലോ. ഖുർആൻ തന്നെ എടുത്ത് പറയുന്ന മറ്റു ചില സംഗതികളുണ്ട്. മുഹമ്മദിന് പ്രവാചകത്വം ലഭിച്ചു, മുഹമ്മദിന് പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി ഒരു വേദം കിട്ടി, അതുപോലെ തന്നെ പല തെളിവുകളും പല അടയാളങ്ങളും അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളും മുഹമ്മദിൻ്റെ കയ്യാൽ പ്രകടമാകുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്കും അങ്ങനെയുള്ള ചില ആയത്തുകൾ, ചില ദൃഷ്ടാന്തങ്ങൾ കിട്ടിയെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് അവർ പറഞ്ഞതായിട്ട് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. വഇദാ ജാഅത്തുഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ ദൂതന്മാർക്കൊക്കെ ആയത്തുകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അവർ ഈ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറിനെ പോലെ പ്രവാചകന്മാരെ തള്ളിപ്പറയല്ല അവർ ചെയ്യണത്. പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. വിശേഷിച്ചും യഹൂദന്മാർ ക്രിസ്ത്യാനികളൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ബൈബിളിൽ അവരുടെ ഇസ്രായേൽ സമൂഹത്തിൽ വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ ധാരാളം ആളുകൾ എടുത്തു പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ദൈവവും ദൈവപുത്രനുമായിട്ട് അവതരിപ്പിക്കും എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. പക്ഷേ പ്രവാചകൻ എന്നുള്ള അവസ്ഥയിൽ അദ്ദേഹത്തെ മുസ്ലിങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചൊക്കെ അവർ വിശ്വസിച്ചിരുന്നത് അവർ വിശ്വസിച്ചിരുന്നത് അവരൊക്കെ പ്രവാചകന്മാരായിരുന്നു. ഈ ഒരു വിശ്വാസം മറ്റേതോ രീതിയിൽ മക്കയിലെ ഇസ്ലാമിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾക്കും അറിയാം. കാരണം അവർ യഥരിബിലെ ജൂതന്മാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്യോപ്യയിലെ ക്രിസ്ത്യാനികളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഇവരിൽ നിന്നൊക്കെ അവർ പ്രവാചകന്മാരെ സംബന്ധിച്ച് ദൈവിക വെളിപാടിനെ സംബന്ധിച്ച് പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിഷേധികൾ ഇവിടെ പറയുന്നത് എന്താണ്? വഖാലു ഇദാ ജാഅത്തുഹും ആയത്തുൻ, അവർക്ക് വല്ല ആയത്തും വന്ന് കിട്ടുമ്പോൾ, വല്ല ദൃഷ്ടാന്തവും വന്ന് കിട്ടുമ്പോൾ അവർ പറയും ഖാലു ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് കിട്ടിയതുപോലുള്ള ആയത്തുകൾ ഞങ്ങൾക്കും കിട്ടിയെങ്കിലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഇവിടെയും ഈ ആയത്ത് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ആയത്താവാം, അല്ലെങ്കിൽ പലർക്കും പല ആയത്തുകളാവാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒരായത്താവാം, ഒക്കെ ആവാം. എല്ലാത്തിനും സാധ്യതയുള്ള ഒരു പ്രയോഗമാണ് ഈ രണ്ട് പ്രയോഗവും. ബൽ യുരീദു കുല്ലു ഇംറിഇൻ മിൻഹും അൻ യുഅ്താ സുഹുഫൻ മുനശ്ശറ.
ഇവിടെ 10ാം ക്ലാസ്സിൽ അറബി പേപ്പറിൽ 50% മാർക്ക് വാങ്ങിയ മഹാ അറബി പണ്ഡിതനായിട്ടുള്ള ജബ്ബാറിന് തോന്നിയിട്ടുള്ള ഈ കുരുട്ടുബുദ്ധി ഒന്നും യഥാർത്ഥത്തിൽ മക്കയിലെ യഥാർത്ഥ നിഷേധികളായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്കുനേരുള്ള ശത്രുക്കൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ പറഞ്ഞത്. ജബ്ബാർ എന്നെ പറഞ്ഞനുസരിച്ച് അവർ ബുദ്ധിപൂർവമാണുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചുറച്ച് തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർക്ക് പോലും മനസ്സിലായില്ല ജബ്ബാറിൻ്റെ ഈ കുരുട്ടുബുദ്ധി. അവരാരും പറഞ്ഞില്ല, മുഹമ്മദ് ഞങ്ങളെല്ലാവരും കൂടി ഒരു കിതാബേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അല്ലാതെ ജി പറയണ മാതിരി ഒരുപാട് കിതാബ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾക്കെല്ലാവർക്കും ഓരോന്ന് വേണമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കിതാബ് കിട്ടിയാൽ മതി എന്ന് അവരാരും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? അവർക്കറിയാം ഭാഷയിലെ പ്രയോഗം എന്താണെന്നുള്ളത്. ജബ്ബാറിനത് അറിയില്ല. കാരണം ജബ്ബാർ അറബി പഠിച്ചിട്ടില്ല എന്നുള്ളത് ജബ്ബാർ തന്നെ ഏറ്റു പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ജബ്ബാർ തൻ്റെ തടി സലാമത്താക്കാൻ വേണ്ടി പിന്നെ പറഞ്ഞത് ഷാക്കിർ നായിക്കിനും എം അക്ബറിനൊന്നും അറബി അറിയില്ല, അവരും ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്കും എടുത്തുകൂടെയെന്നാ. അപ്പോൾ മറ്റോ ചെയ്യില്ല, അതുകൊണ്ട് എനിക്കും ചെയ്യാം എന്ന ന്യായത്തിൽ പിടിച്ചു തൂങ്ങിയിട്ടാണ് ജബ്ബാർ അവിടെ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ന്യായം തന്നെയാണ് ഇവിടെയും ജബ്ബാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കയിലെ ആളുകൾ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി ഒരു കിതാബേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഒന്നിലധികം കിതാബ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് മക്കയിലെ ഈ ശത്രുക്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ ജബ്ബാറിന് അങ്ങനെ പറയാമായിരുന്നു. അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ജബ്ബാർ പറയുന്നതിൽ നിന്ന് നേർ വിപരീതമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വേദം കിട്ടണം തന്നെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതാണ് ഇവിടെ ബൽ യുരീദു കുല്ലും മിൻഹും, അവരിൽ ഓരോ മനുഷ്യനും ഉദ്ദേശിക്കുന്നത് അയ്യുതാക്കു സുഹുഫം മുനശ്ശറ, തങ്ങൾക്ക് ഓരോരുത്തർക്കും ബൽ യുരീദു കുല്ലും മിൻഹും അയ്യുതാ സുഹുഫം മുനശ്ശറ, തങ്ങളിൽ ഓരോരുത്തർക്കും നിവർത്തിപ്പിടിച്ച ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ. ഇവിടെ ഒരു വേദവുമല്ല, കിതാബും മുനശ്ശർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, കുതുബും മുനശ്ശറ, നിവർത്തിപ്പിടിച്ച വേദങ്ങൾ കിട്ടണമെന്ന്. അപ്പോൾ വേദങ്ങൾ എന്ന് പറയണമെങ്കിൽ ചുരുങ്ങിയത് അറബി ഭാഷയിലനുസരിച്ച് അഖല്ലുൽ ജമ്മി സലാസാന, ഏറ്റവും ചുരുങ്ങിയ ബഹുവചനം 3 അപ്പോൾ 3 വേദമെങ്കിലും കിട്ടിയെങ്കിലേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ അതറിയാവുന്ന അറബികൾ മക്കയിലെ ജനങ്ങൾ ജബ്ബാറിനെ പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ല, മുഹമ്മദെ ഞങ്ങൾ എല്ലാവർക്കും കൂടി ഒരു വേദമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഈ ഖുർആനിൽ പറയുന്നത് പോലെ എല്ലാവർക്കും ഓരോ വേദം കിട്ടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജബ്ബാർ പറയുന്നതാണോ പൊളി, അതോ മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ സമീപനമായിരുന്നുവോ ശരി? മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ വാദം സമീപനമാണ് ശരി. അവരാവശ്യപ്പെടുന്നത് ഓരോരുത്തർക്കും ഓരോ കിതാബ് കിട്ടണമെന്നാണ്. എന്നാൽ പിന്നെ എനിക്ക് വിശ്വസിച്ച് കളയാം, മറ്റവന് കിതാബ് ഇട്ടിട്ട് എനിക്കെന്ത് കാര്യമുള്ളത്? അപ്പോൾ മറ്റവന് കിതാബ് കിട്ടുന്നത് കൊണ്ട് എനിക്ക് കാര്യമില്ല, എനിക്ക് കിതാബ് കിട്ടിയാലേ ഇത് ബോധ്യപ്പെടുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതാണ് ഇവിടെ ഖുർആൻ എടുത്ത് പറഞ്ഞത് വൽയുരീദു കുല്ലും മിൻഹും യുതാ സുഹുഫം മുനശ്ശറ. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് കല്ല ബൽ ലാ യഖാഫൂനൽ ആഖിറ, അരുത് അല്ലെങ്കിൽ ഇല്ല, കല്ല, അങ്ങനെ എല്ലാവർക്കും ഓരോ കിതാബ് കൊടുക്കാൻ പോകുന്നില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നു, ആ പ്രവാചകന് വഹ്യ് നൽകുന്നു, സന്ദേശം നൽകുന്നു, ആ പ്രവാചകന് വേദം നൽകുന്നു, ആ പ്രവാചകൻ ജനങ്ങളുടെ മുമ്പിൽ ഈ തനിക്ക് കിട്ടിയിട്ടുള്ള വേദം അത് അവതരിപ്പിക്കുന്നു, അവരെ ഓതി കേൾപ്പിക്കുന്നു. ഇതാണ് പ്രവാചകൻ ചെയ്യണത്. അതല്ലാതെ എല്ലാവർക്കും വേദം നൽകുക എന്നുള്ളത് ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സമീപനമല്ല. അതുകൊണ്ട് കല്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നവിടെ ഖുർആൻ പറഞ്ഞു. അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ലഭിച്ച പ്രവാചകനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കിട്ടിയിട്ടുള്ള ഈ വേദം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതില്ല. നിങ്ങളിവിടെ നിർബന്ധിച്ചുകൊണ്ട് ഇത് അംഗീകരിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉദ്ദേശമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശമല്ല എന്ന് അള്ളാഹുവും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് അവൻ്റെ മുമ്പിൽ സത്യവും അസത്യവും വ്യതിരിക്തമായി വേർതിരിച്ച് കാണിച്ചു കൊടുക്കാൻ പാകത്തിൽ അവൻ്റെ കൂടെ മുമ്പിൽ വേദം പ്രവാചകനിലൂടെ അവതരിപ്പിക്കുകയും പ്രവാചകനിൻ്റെ നാക്കിലൂടെ അതവരെ ഓതി കേൾപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യാനുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. ഇവിടെ ആരും നിർബന്ധിച്ചുകൊണ്ട് ഇത് അംഗീകരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമല്ല. എന്ന് മാത്രമല്ല, എന്താണ് ഇതിന് കാരണം? അതിന് കാരണം ഖുർആൻ പറഞ്ഞത് ബൽ ലാ യഖാഫൂനൽ ആഖിറ,
അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴാണ് ജബ്ബാർ പരലോകം പറഞ്ഞ് പേടിപ്പിക്കുക എന്ന് പറഞ്ഞത്. പരലോകം പറഞ്ഞ് പേടിപ്പിക്കേണ്ടി വരും. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘട്ടം എന്ന് പറഞ്ഞാൽ പരലോക ജീവിതമാണ്. ആ ജീവിതം സുന്ദരമാവണമെങ്കിൽ, ഭാസുരമാവണമെങ്കിൽ, അത് രൂപത്തിലുള്ളതാവണമെങ്കിൽ ഈ ദുനിയാവിലെ ഭൂമിയിലെ ജീവിതത്തിൽ അവൻ ഉൾക്കൊള്ളേണ്ട ചില സംഗതികളുണ്ട്. അത് ഉൾക്കൊണ്ട് ജീവിച്ചാലേ അത് സാധ്യമാവുള്ളൂ എന്നാണ്. അപ്പോൾ മനുഷ്യന് ഉപകാരമുള്ളതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് വേദഗ്രന്ഥത്തിൽ നിന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ മനുഷ്യന് ഉപകാരമുള്ള മറ്റെന്ത് കാര്യമുള്ളത്? ഇവിടെ കൃഷി ചെയ്യണ കാര്യവും അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ മനുഷ്യൻ സ്വയം അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എത്തുന്നതാണ്. അതിലെ ധാർമ്മിക നിയമങ്ങളാണ് വേദത്തിലൂടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ രംഗത്താണ് അവൻ ശരിയും തെറ്റും നിർണ്ണയിക്കേണ്ടത്, ശരി സ്വീകരിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്യേണ്ടത്. അപ്പോൾ ആ രംഗത്ത് അവൻ ഉപകാരമുള്ള സംഗതികളെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, വേദം പറഞ്ഞിട്ട് ഏത് വേദവും പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ഖുർആനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേദം ജനങ്ങളോട് പറയേണ്ടത് മനുഷ്യന് ഉപകാരമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ അതെ, ആ ഉപകാരമുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നതും. പക്ഷേ ഖുർആൻ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനോടുള്ള വിദ്വേഷം കൊണ്ട് മത്ത് പിടിച്ചിട്ട് ജബ്ബാറിന് തോന്നും ഇട്ട് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു എന്നുള്ള ഖുർആനിൻ്റെയോ വേദഗ്രന്ഥത്തിൻ്റെയോ കുറ്റമല്ല, അത് ജബ്ബാറിൻ്റെ കുറ്റമാണ് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.